ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് എന്താ ചോദിച്ചാൽ നമ്മൾ ചെറിയൊരു പോണ്ട് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ എന്താണ് ചോദിച്ചാൽ നമ്മൾ കോഴിക്കാർപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോണ്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ എന്നും വിചാരിക്കും നമുക്ക് ഒരുപാട് കോഴിക്കാർപ്പിനൊക്കെ വാങ്ങിയിട്ട് സെറ്റ് ചെയ്യണമെന്ന്. പക്ഷെ ഇപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ അലിഗേറ്റർ കാറിനും വാങ്ങിയിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെ കോഴിക്കാർപ്പിൻ്റെ അതിൻ്റെ കൂടെ എടുത്തിരുന്നു. പക്ഷെ നമ്മൾ ആ വീഡിയോ ഇട്ടിട്ടില്ലേ, നമുക്ക് കുറച്ച് ബിസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാനുള്ള സമയം കിട്ടിയിട്ടില്ലേ. ഇപ്പോഴാണ് സമയം കിട്ടിയത്. അങ്ങനെ നമ്മൾ വീടിൻ്റെ അവിടെ ഇറക്കിയപ്പോൾ നമുക്ക് വീട്ടിൽ പറമ്പിലേക്ക് എത്തിക്കാൻ തീരെ ടാസ്ക് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നമ്മളെല്ലാം ഇടങ്ങറുണ്ടാവും, നമുക്ക് അപ്പം തന്നെ മനസ്സിലായിരുന്നു. കാരണം ഇത് കോൺക്രീറ്റ് ടൈപ്പ് ആയതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പറഞ്ഞ പോലെ കാണാൻ നമുക്ക് ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇറക്കിയത് കുറച്ച് ടാസ്ക് പിടിച്ചിട്ട് ഞങ്ങൾ 3 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെ കുറേ റിസ്ക് ഒക്കെ എടുത്തിട്ട് എവിടെ എത്തിച്ചത് കേട്ടോ. കാരണം ഒന്ന് പാളിയാൽ മതി, നമ്മളെ ജീവിതം തന്നെ പോകും. അമ്മാതിരി വെയിറ്റും അമ്മാതിരി പവറുള്ള സാധനമല്ലേ. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് അവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടും. ഇനിയിപ്പോൾ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ, നമ്മൾ ഉദ്ദേശിക്കണം എന്താ വെച്ചാൽ ഒരു തറ പോലെ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് സെറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് കൊത്തി സെറ്റാക്കിയതിൻ്റെ ശേഷം കല്ലൊക്കെ ഇടുന്ന പരിപാടിയിലായിരുന്നു കേട്ടോ. അങ്ങനെ കല്ലൊക്കെ ഇട്ട് ഏകദേശം ഒരു തറ രൂപത്തിലായി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു കോൺക്രീറ്റ് ഇടാനുള്ള പ്ലാനിങ് ആണ്. അതിന് കൂടുതൽ പൈസ ചിലവ് ആവാൻ പാടില്ല, അങ്ങനത്തെ രൂപത്തിലായിരുന്നു കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ നമ്മൾ വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടോ. പൊതുവേ നമുക്കൊരു പ്രശ്നം പറ്റില്ല എന്താ വെച്ചാൽ അത് ചെയ്യാൻ മറക്കും. പിന്നെ നമ്മൾ അവസാനം പിന്നെ മോട്ടറൊക്കെ വെച്ചിട്ട് കളയേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അടിയിൽ നിന്ന് തന്നെ വെള്ളം മാറ്റുകയാണെങ്കിൽ സിമ്പിളായിട്ട് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്ത്. അങ്ങനെ നമ്മൾ സെൻറ്ററിൽ മണ്ണൊക്കെ നിറച്ച് ഏകദേശമൊക്കെ ഒരു തറ രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചോദിച്ചാൽ നമുക്ക് പരിപാടി എന്താ വെച്ചാൽ ഈ ഗ്യാപ്പുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് സിമെൻറ്റൊക്കെ ഇട്ടിട്ടാണ് അടക്കണം. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടിയാണ്. പക്ഷെ നമുക്ക് ഈ ചെറിയ ചെറിയ പരിപാടിയിലാണ് നമ്മളെ സമയം കൂടുതൽ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് ഞങ്ങൾ 4-5 ദിവസമൊക്കെ വെച്ചിട്ടുള്ള പണി ചെയ്യുന്നത്. കാണുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും അത്യാവശ്യം നല്ല ഇടങ്ങറുള്ള പണിയായിരുന്നു. അങ്ങനെ നമ്മൾ സിമെൻറ്റും അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ആ ഗ്യാപ്പൊക്കെ അടക്കാൻ വേണ്ടിയിട്ട് സിമെൻറ്റൊക്കെ എടുത്തിട്ടൊന്ന് മിക്സ് ആക്കിട്ടോ. അങ്ങനെ മിക്സിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗ്യാപ്പിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ സിമെൻറ്റ് ഇട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ തന്നെ ആ ഗ്യാപ്പ് അടച്ചാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ബാക്കി പരിപാടിയൊക്കെ കൈകാ വെച്ചിട്ടോ നമ്മൾ ആദ്യം തന്നെ ഈ തറപ്പരിപാടിയാണ് തീർത്ത്. അങ്ങനെ ഏകദേശം എല്ലായിടത്തും നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങനെ അടച്ച് അതൊക്കെ ഒരു വലിയ സെറ്റപ്പിലൊന്നും അല്ല കേട്ടോ. നമ്മൾ ഒരു താൽക്കാലികമായിട്ടുള്ള രൂപത്തിൽ ഇങ്ങനെ ജസ്റ്റ് ചെയ്തതാണ്. പെർഫെക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഏകദേശമൊക്കെ കോൺക്രീറ്റും അതുപോലെ തന്നെ അങ്ങനത്തെ ഒക്കെ സെറ്റപ്പ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മളൊരു താല്പര്യം വെച്ചിട്ട് ചെയ്യുന്നതാണ്, അല്ലാണ്ട് ഇപ്പോൾ ഇതിന് വലിയ പ്രോഫിറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമല്ല. നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു മനസ്സമാധാനമാണ് സത്യം തന്നെ. ഇനിയുള്ള പരിപാടി എന്താ വെച്ചാൽ നമുക്ക് വേസ്റ്റൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് സെറ്റ് ചെയ്യാനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പൈപ്പ് സെറ്റ് ചെയ്യുന്ന സാധനമൊക്കെ ഏകദേശമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് അത് വെച്ചിട്ടോ, അത് ആദ്യം തന്നെ വെക്കണം. ആരെന്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല. പിന്നീട് നമ്മൾ അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒന്ന് ഫിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ടീയും ഇതൊക്കെ വെച്ചിട്ടുള്ളത്. ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ആട്ടം കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ കോൺക്രീറ്റ് മിക്സൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഗ്യാപ്പിലൊക്കെ കുത്തി കയറിയിട്ടുണ്ട്, പക്കാക്കിയിട്ടുണ്ട്. പക്കായിട്ടില്ലെങ്കിലും എന്നാലും ഏകദേശമൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ തറ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആ റിങ് വെക്കും വേണം. പിന്നെ ഇതൊക്കെ ഒന്ന് അടിയൊക്കെ ഒന്ന് പക്കായിട്ട് കോൺക്രീറ്റ് ചെയ്യണം. നമ്മൾ തറന്ന് ഏകദേശം ലെവലാക്കിയിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിലുള്ള പരിപാടി നമ്മൾ കോൺക്രീറ്റ് ആട്ടോ. അങ്ങനെ കോൺക്രീറ്റും കുറച്ചിങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആകെ ഞങ്ങൾ 2 ആൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതൊരു സാധനം കൊടുന്നു കൊടുക്കും, ഇതിൻ്റെ ബ്രദറാട്ടോ. അങ്ങനെ അവരിങ്ങനെ ഇത് സെറ്റാക്കും ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും എല്ലാം കൂടി നടക്കില്ല. അതാണ് ഇങ്ങനെ കുറേ പാർട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഒരു 2 പണിക്കാരെ വെച്ചിട്ടാണ് ഈ സാധനം ഇതിമക്ക് വെച്ചത്. അവിടെ ഓൾറെഡി പണിക്കാർ വന്നിരുന്നു. അപ്പോൾ അവരെ കൊണ്ട് ഞങ്ങൾ കയറ്റി എല്ലാവരും കൂടി വെച്ചിട്ടാട്ടോ ഇതിൻ്റെ മുകൾക്ക് വെച്ചിട്ടുള്ളത്. പക്ഷെ ഇതിൻ്റെ മുകൾക്ക് വെക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇത് വലിയ എല്ലാവരും 4 ആൾക്കാർ ഉണ്ടായത് കൊണ്ട് തന്നെ ഭയങ്കര സുഖത്തിൽ നമ്മൾ വെച്ച്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത്ര കണ്ട ഇടങ്ങാറായിട്ടില്ല. അങ്ങനെ നമ്മൾ ആ റിങ് ഏകദേശമാണ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് ആ ഗ്യാപ്പുകളൊക്കെ ഉണ്ടല്ലോ, അടിയത്തെ ഗ്യാപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ടൈറ്റായിട്ട് അവിടെ അടിയിൽ അമർന്ന് നിൽക്കണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് സിമെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇപ്പം എന്തായാലും ഏകദേശമൊക്കെ കറക്റ്റ് സെൻറ്റർ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ഐഡിയ ഒക്കെ വെച്ച് ചെയ്യണം. അങ്ങനെ നമ്മൾ ആദ്യം ആ സെൻറ്ററിലൊക്കെ കുറച്ച് സിമെൻറ്റും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് സിമെൻറ്റൊക്കെ ഗ്യാപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്യണം.
നമ്മൾ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊന്നും അല്ല, ഇതിൽ എത്രയ്ക്ക് മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമുക്കറിയില്ല. നമുക്കറിയുന്ന പോലെയല്ല ചെയ്യുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഏകദേശം ആ ഒരു വർക്കൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ആ ഗ്യാപ്പിലൊക്കെ നമ്മളിങ്ങനെ സിമെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട്, കാരണം കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കണം. കാരണം ഒരു കാരണം വെച്ചാൽ അവിടെ ലീക്ക് വരാൻ പാടില്ല. അവിടെ ലീക്ക് വന്നാൽ കഴിഞ്ഞ് പിന്നെ നമുക്ക് അത്രയും ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ റിങ്ങുമ്പോൾ ഹോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നമ്മൾ സിമെൻറ്റ് ഇട്ടിട്ട് അടച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എവിടെയോ മിസ്സായിട്ടുണ്ട്. അങ്ങനെ ഏകദേശം കഴിഞ്ഞ് ഇനി നമുക്ക് ഈ പലക വലിച്ചാൽ ആ സാധനം അവിടെ ഫിറ്റായി നിൽക്കും. അങ്ങനെ മുകളിലത്തോ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം നമ്മൾ തന്നെ വെക്കേണ്ടതുകൊണ്ട് തന്നെ വേറെ ആൾ വീഡിയോ എടുത്തു തരാനില്ലായിരുന്നു. അങ്ങനെ ആ ഒരു വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്ര പേരും ആവുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. കാരണം ഭയങ്കര റിസ്ക് പിടിച്ച പണിയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഈ ചില ഭാഗങ്ങളൊക്കെ ചെയ്യാൻ. എന്നാലും നമ്മൾ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ലാഭമാണെന്ന്, പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ വലിയ ലാഭമൊന്നും തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ ആ ഗ്യാപ്പിലൊക്കെ ഇട്ടിട്ട് സിമെൻറ്റൊക്കെ ഇട്ടിട്ടാട്ടോ ഈ രണ്ടാമത്തെ റിങ് കണക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവിടെ ലീക്ക് വരാൻ ചാൻസ് ഉണ്ടല്ലോ. അങ്ങനെ ആ ഒരു വർക്കും ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്ങനെയായാലും ലീക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ എവിടെയെങ്കിലൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമല്ലോ. അങ്ങനെ സാധനമൊക്കെ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ഗ്യാപ്പിലൊക്കെ സിമെൻറ്റൊക്കെ തേച്ചിട്ട് ഫുൾ സെറ്റാക്കി. ഇനിയിപ്പോൾ നമുക്ക് എന്താ പരിപാടി വെച്ചാൽ കോൺക്രീറ്റ് ചെയ്യണം. അവിടെയാണ് വലിയ ടാസ്ക് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ആ കോൺക്രീറ്റിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നാൽ ചെറുതായിട്ടല്ല നല്ല മൂഞ്ചും. അപ്പോൾ നമുക്ക് ആ കോൺക്രീറ്റ് പക്കായിട്ട് ചെയ്യണം. അങ്ങനെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സിമെൻറ്റ് കുറച്ച് വെള്ളമൊക്കെ അഴിച്ച് സെറ്റാക്കി. എന്നിട്ട് ഇനിയുള്ള പരിപാടി എന്താ വെച്ചാൽ നമുക്ക് കോൺക്രീറ്റ് ഇടണം. അങ്ങനെ കോൺക്രീറ്റ് ഇടുന്നൊരു പരിപാടി ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കോൺക്രീറ്റ് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഞാനാണ് കോൺക്രീറ്റ് ഇട്ട് കൊടുക്കുന്നത്, അവർ സെറ്റാക്കും ചെയ്യും കേട്ടോ. അങ്ങനെ അങ്ങോട്ട് കോൺക്രീറ്റ് ഏകദേശമൊക്കെ ഇട്ട് കുറച്ചൊക്കെ ഇങ്ങനെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കണ പോലെ ഒന്നുമല്ല, അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ മെയിൻ എന്താ വെച്ചാൽ വെള്ളം പോകാൻ വേണ്ടിയിട്ടാകുമ്പോൾ സ്ലോപ്പായിട്ട് സംഭവം ചെയ്യണം, അല്ലെങ്കിൽ ആ വെള്ളം ഭയങ്കര പോകാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ ഒരു പണിയുണ്ട്. അപ്പോൾ അത്യാവശ്യം എംസാൻ്റെ കോൺക്രീറ്റിൻ്റെ നല്ല ആവശ്യമുണ്ട്. അങ്ങനെ കോൺക്രീറ്റൊക്കെ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മളൊരിക്കലും ഇത്രയൊക്കെ ഫിനിഷിംഗ് ഒന്നും കിട്ടും വിചാരിച്ചിട്ടില്ല. എന്നാലും ഒരു പെർഫെക്ഷൻ ഉണ്ട് കേട്ടോ അവർക്ക് വർക്കിൻ്റെ കാര്യത്തിൽ, നമ്മളെ ബ്രദർ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി എന്നിട്ടുള്ള ഇനിയിപ്പോൾ നമുക്കുള്ള പരിപാടികൾ ഇനിയും ഒരുപാട് കിടക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഏകദേശം ഒരു ഹാഫോളം ആയിട്ടുള്ളൂ. ഇനി നമുക്ക് പെയിൻറ്റിങ് മറ്റേ മറിച്ചൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കോൺക്രീറ്റ് വിചാരിച്ചതിനേക്കാളും സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കോൺക്രീറ്റ് പരിപാടിയൊക്കെ ഫുൾ സെറ്റായിട്ട് കേട്ടോ. കാരണം ഇത് കോൺക്രീറ്റ് ആണോ എങ്ങനെയാണെന്നും കൂടി മനസ്സിലാണെങ്കിൽ അത്രയ്ക്കും ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ ബുക്കിൽ പറയുന്നതല്ല, ഇനി ബാക്കിയുള്ള അവസ്ഥ എന്താ അറിയില്ല. അങ്ങനെ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥ കണ്ടിട്ടത് നമ്മളെ കോൺക്രീറ്റൊക്കെ നല്ല ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ള പരിപാടി എന്താ വെച്ചാൽ അതാ നമ്മൾ മറ്റേ ഇതുണ്ടല്ലോ ഈ വാട്ടർ പ്രൂഫ് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സാധനമാണ്. ഈ ലീക്കേജും കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട് എന്താ സാധനം നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ നമ്മൾ പൊതുവെ എല്ലാവരും പറഞ്ഞിരുന്നു, വീഡിയോസിലൊക്കെ നമ്മൾ കണ്ട് ഇത് അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന്. അപ്പോൾ പിന്നെ അതും കൂടി അതിൻ്റെ ഒരു കുറവ് വേണ്ട വെച്ചിട്ടാണ് നമ്മളിത് സെറ്റാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതിലെന്തായാലും മിസ്റ്റേക്ക് വന്നു. ഞങ്ങൾ വെള്ളം ഒഴിക്കാൻ പാടില്ല, വെള്ളം കൂടെ അങ്ങനെ എന്താ വന്നു. പിന്നെ ഏതായാലും മിക്സാക്കി ചെയ്തല്ലേ വെച്ചിട്ട് ഒരു അടി അടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുള്ള് ഒന്ന് ജസ്റ്റ് എല്ലായിടത്തും ഇരുന്ന് അടച്ച് ഇത് ചെയ്യുമ്പോൾ എല്ലാവരും ഡീറ്റെയിൽസ് ആയിട്ട് കറക്റ്റ് നോക്കിക്കൊണ്ടിട്ടാ. കാരണം ഇത് ഇങ്ങനെയല്ല ചെയ്യൽ തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്തതിൻ്റെ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇതിൻ്റെ കറക്റ്റ് അവസ്ഥ മനസ്സിലായത്. അങ്ങനെ എന്തായാലും നമ്മൾ 2 കോട്ടയിൽ ഫുള്ള് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുകൊണ്ട് ലീക്ക് വരാതിരിക്കണ്ട വെച്ചിട്ട്. അങ്ങനെ ഇനി നമുക്കുള്ള പരിപാടി എന്താ വെച്ചാൽ പെയിൻറ്റിങ് ആണ് കേട്ടോ. പെയിൻറ്റിങ് നമ്മൾ സാധാരണ സ്വിമ്മിംഗ് പൂളിലൊക്കെ വാങ്ങുന്ന പെയിൻറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇതിനാകുമ്പോൾ വലിയ റേറ്റ് ഓവറായിട്ട് ഇല്ലേനു, എന്നാലും അത്യാവശ്യം റേറ്റ് ഉണ്ടേനു. അങ്ങനെ ഇതാകുമ്പോൾ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള 2ഉം കൂടി ആയിട്ടാണ് വരുന്നത്. ഈ കളറായും ചെയ്ത് അങ്ങനെ നമ്മൾ ആ ഒരു പെയിൻറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ആ ഒരു പെയിൻറ്റിങ് അടി തുടങ്ങി. അതാകുമ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലേന്ന്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം പണിയുണ്ട്. നമ്മൾ ഈ അടിച്ച് വരുമ്പോൾ 2 കോട്ടൊക്കെ അടിക്കണ്ട, അങ്ങനത്തെ ഒരു പണി മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ആ പെയിൻറ്റ് ഏകദേശം ഇങ്ങനെ അടിച്ച് തീർത്ത് കുറച്ചൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പെയിൻറ്റ് അടിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതാവും ഈ കോഴിക്കാർപ്പിനൊക്കെ പൊതുവെ എല്ലാവരും ഈ പോണ്ടിൽ ഈ കളറാണ് ആക്കുന്നത്. നമുക്ക് ബ്ലാക്കൊക്കെ ആക്കാൻ താല്പര്യം ഉണ്ടായത്. പിന്നെ ഈ ബ്ലാക്ക് എന്താ വെച്ചാൽ ഈ പെയിൻറ്റ് ചിലപ്പോൾ വെള്ളത്തിലൊക്കെ മിക്സ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ വാട്ടർ പ്രൂഫായിട്ടുള്ള ഇങ്ങനത്തെ ആയിട്ട് വെള്ളത്തിൽ യൂസ് ചെയ്യേണ്ട പെയിൻ്റൊന്നും ബ്ലാക്ക് കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ ആദ്യത്തെ ബോണ്ടിലൊക്കെ ബ്ലാക്ക് അടിച്ചിരുന്നു. അത് നമ്മൾ നോർമൽ ബ്ലാക്ക് ചെയ്യുന്ന അടിച്ചിരുന്നു. പിന്നെ ഇതിൽ നമ്മളൊരു വെറൈറ്റി ആയിക്കോട്ടിച്ചിട്ടാണ് ഈ ബ്ലൂ ആക്കിയിട്ടുള്ളത്.
അങ്ങനെ ബ്ലൂ ഫുൾ അടിച്ച് കഴിഞ്ഞപ്പോൾ രസം കിട്ടുന്നുണ്ട്. പൊതുവേ നമുക്ക് ഈ ഒരു കളറിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതിലിങ്ങനെ അടിച്ച് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. ഇനി മീനും കൂടി ആക്കിയാലാണ് ഇതിൻ്റെ കറക്റ്റായ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ മീനാക്കുന്ന മുമ്പ് നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. നമുക്കതിൽ ഫിൽറ്റർ സെറ്റ് ചെയ്യാണ്ട് അവിടെ ഒരു വൺ ടാസ്ക് വരുന്നുണ്ട്. കാരണം ഇതിൽ ഫിൽറ്റർ ഇല്ലാതെ ഒന്നും നടക്കില്ല. കുറച്ച് ഫിൽറ്റർ ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ പിന്നെ ഫിൽറ്ററും കൂടി സെറ്റ് ചെയ്യാനുള്ള പ്ലാനിങ് എടുത്ത് നമ്മൾ പെയിൻറ്റിങ് പരിപാടിയൊക്കെ ഫുൾ കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ പരിപാടി എന്താ ഫിൽറ്റർ സെറ്റ് ചെയ്യണം. ഫിൽറ്റർ നമ്മൾ പൊതുവേ നോർമൽ എല്ലാവരും ചെയ്യണ പോലെ അല്ല കേട്ടോ. നമ്മൾ കുറച്ചൊരു വെറൈറ്റി ആയിട്ടാണ് ചിന്തിച്ചത്. കാരണം എന്താ വെച്ചാൽ നമ്മളെന്ത് ചെയ്യുമ്പോൾ അതിനുള്ള പെർഫെക്ഷനും വെറൈറ്റിയും വേണ്ട വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. നിങ്ങൾ കാണുമ്പോൾ വിചാരിച്ചിട്ട് ഇപ്പോൾ എന്താ കാട്ടിക്കൂട്ടുന്നതെന്ന് ഇതിൽ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഫിൽറ്ററിൻ്റെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് കറക്റ്റ് ചെയ്ത് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് നമ്മൾ കുറേ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിതൊക്കെ യൂസ് ആക്കിയിട്ടൊരു വെറൈറ്റി ഫിൽറ്ററാണ് സെറ്റ് ചെയ്യണം. ഈ ടാങ്ക് വെച്ചിട്ട് പൊതുവെ എല്ലാവരും ചെയ്യലുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു വെറൈറ്റി സംഭവം ആരും ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. നമ്മൾ കുറച്ച് ഐറ്റംസ് ആക്കിയിട്ടാണ് ഇത് ഒരു പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയാണ്. അങ്ങനെ നമ്മൾ ടാങ്കൊക്കെ ഹോളൊക്കെ കുത്തിയിട്ട് അതിൻ്റെ ഓരോ പരിപാടിയിലാണ്. അങ്ങനെ ആ ഒരു വർക്കൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് എന്താ വെച്ചാൽ അടിയിലൊന്ന് ഈ ഒരു പൈപ്പ് വെക്കാണ്ട് അത് കോൺക്രീറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ പോരാൻ പാടില്ല, പുറത്തേക്ക് ചാടി പോരാൻ പാടില്ല. അതിനാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഹോൾ എന്തിനാണ് കുത്തിക്കണമെന്ന് വെച്ചാൽ ആ വെള്ളം പുറത്തേക്ക് ചാടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളതാ, അതായത് ഫിൽറ്ററിൽ നിന്ന് നമ്മളെ പോണ്ടിൽ നിന്ന് വരുന്ന വെള്ളം ഈ പൈപ്പിലേക്കാണ് വരൽ. ഈ പൈപ്പിൽ നിന്ന് ഇങ്ങനെ അവിടുന്ന് ആദ്യം ഫിൽറ്റർ ചെയ്തിട്ടാണ് ബാക്കിൽ കൂടി പോവുക. ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാവില്ല, നിങ്ങൾക്ക് ഇത്രയൊക്കെ മനസ്സിലായാൽ മതി. അങ്ങനെ നമ്മൾ നേരെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട്, അതായത് കോൺക്രീറ്റൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ചെറിയ ചെറിയ അല്ലറ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കോൺക്രീറ്റ് ഉണങ്ങിയതിൻ്റെ ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പോണ്ടിൻ്റെ അതിന് മുമ്പ് നമ്മളെ പോണ്ടിൽ നമുക്കൊരു പരിപാടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ സ്മെല്ലൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുന്നിടണം. അപ്പോൾ നമ്മൾ വാഴേൻ്റെ കഷ്ണങ്ങളൊക്കെ പീസൊക്കെ ആക്കിയിട്ടാണ് ഇതിൽ കൊടുന്നിടാനുള്ള പ്ലാനിങ്. അപ്പോൾ നമ്മൾ അത് കൊടുന്നിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ അത് ഇട്ടാൽ എന്താ വെച്ചാൽ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് പോയിക്കോളും. അതിൻ്റെ കൂടെ നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊരിക്കണ അതിലിട്ടിട്ടുണ്ട് അവിടെ ഡെഡൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന് വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കിനി ബാക്കി പരിപാടി നടക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ഈ ഫിൽറ്ററിൽ കുറച്ച് സാധനങ്ങളൊക്കെ നിറക്കാണ്ട്, ഈ കരിയും അതുപോലെ തന്നെ കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള മോട്ടറാണ് ഇട്ടത്. ഇത് വലിയ എമൗണ്ടും ഇല്ല, എത്ര 530 റുപ്യ എന്താ റേറ്റ് വരുന്നുള്ളൂ. നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എമൗണ്ട് ആണേനും. അപ്പോൾ പിന്നെ നമ്മൾ അതാ വാങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്താ വെച്ചാൽ അതാ നമുക്ക് ആ ഫിൽറ്ററിൽ കുറച്ച് ഐറ്റംസൊക്കെ നിറക്കാണ്ട്. ഓവറായിട്ടൊന്നും ഇല്ല, മെയിൻ മെറ്റലും കാര്യങ്ങളാണ്. അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഇട്ട് നോക്കിയതാണ് കേട്ടോ, വർക്കിംഗ് ആണെന്ന് നോക്കാൻ. ഇനിയുള്ള പരിപാടിയാണ് മെറ്റലൊക്കെ ഇട്ടെന്ന് നിറക്കണം. അങ്ങനെ നമ്മൾ കുറച്ച് മെറ്റൽ, അതുപോലെ തന്നെ കരി, പിന്നെ നമ്മൾ ഇതുണ്ടല്ലോ ഫിൽറ്ററിൻ്റെ ഷോപ്പിലുണ്ടാവും കല്ലാൾ, അങ്ങനത്തെ കുറച്ച് കല്ലാളൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട്. ഇനി പിന്നെ സ്പോഞ്ചൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് നമുക്ക്. അങ്ങനെ നമ്മൾ കുറേ മെറ്റലൊക്കെ ആദ്യമായിട്ട് കുത്തി നിറച്ചിട്ടുണ്ട്. ഈ ഫിൽറ്റർ ചെയ്യാൻ തന്നെ കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്നും ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടല്ല. ഇതാവുമ്പോൾ നമ്മൾ ഈ ഫിൽറ്റർ ഒന്ന് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്താൽ മതി. വെള്ളം മാറ്റണമെങ്കിലും എന്നും മാറ്റേണ്ട, അതാ വീക്കിലി മാറ്റണമെന്നൊരു ആവശ്യമില്ല. 2 മന്ത് കൂടുമ്പോൾ ഒക്കെ മാറ്റിയാൽ മതി, വലിയൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ അതുമല്ല ഇവർക്കാവുമ്പോൾ ഭയങ്കര പെട്ടെന്ന് ഗ്രോത്തൊക്കെ വെക്കോട്ടെ ഈ ഫിൽറ്ററൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ കുത്തി കയറ്റി ഏകദേശം നമ്മളെ ഫിൽറ്ററിൻ്റെ വർക്കാണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ള പരിപാടിയാണ് നമുക്ക് മീനെ കൊണ്ടുവരലും അങ്ങനത്തെ കുറച്ച് ചടങ്ങുണ്ട്. അതിന് മുമ്പ് ഈ സാധനം ഒന്നും വർക്ക് ചെയ്യിപ്പിക്കണം. കാരണം എത്രത്തോളം സക്സസ് ആയിക്കണമെന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്പോഞ്ചൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ തൽക്കാലം കുറച്ച് സ്പോഞ്ച് ഇട്ടിട്ടുണ്ട്. ഇനി മറ്റേ സ്പോഞ്ചൊക്കെ നമുക്ക് വാങ്ങിയിട്ട് സെറ്റ് ചെയ്യാനുണ്ട്. എന്തായാലും നമ്മൾ ഫിൽറ്ററിൻ്റെ വർക്ക് സക്സസ്ഫുള്ളി വർക്കായിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ സാധനം വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് ഗോൾഡ് വിച്ചിനൊക്കെ കൊടുന്നിട്ടിരുന്നു. അങ്ങനെ നമ്മൾ ഫിൽറ്ററിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്താ വെച്ചാൽ നമുക്ക് മീനെ വാങ്ങണം. വെള്ളമൊക്കെ നല്ല ക്ലിയർ ആണ് കേട്ടോ. ഇപ്പോൾ പിന്നെ നല്ല വെള്ളമായതുകൊണ്ടാവും ഈ പ്രശ്നമൊന്നും ഇല്ലാത്ത. ഇനിയിപ്പോൾ നമുക്ക് മീൻ കൊടുന്നിടണം. അപ്പം നമ്മൾ മീൻ കോഴിക്കാർപ്പിനല്ല വാങ്ങണം പറയുന്നത്. അങ്ങനെ നമ്മൾ കോഴിക്കാർപ്പിനൊക്കെ വാങ്ങാൻ വന്ന് ഇവിടെയാണ് പല വെറൈറ്റി ഐറ്റംസും റേറ്റ് കൂടുതലും കുറവൊക്കെ ഉള്ളതുണ്ട്. നമ്മളെന്താ വെച്ചാൽ മീഡിയം ചെറിയ വലിപ്പമല്ല, അത്യാവശ്യം വലിപ്പമായതിന് എടുത്തിട്ടുള്ളത്. ഈ ഒരു വലിപ്പത്തിന് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതെന്താ വെച്ചാൽ ഒരു പീസിന് 100 രൂപയായിരുന്നു. റേറ്റ് കൂടുതൽ പോലൊക്കെ തോന്നി, എന്താ അവസ്ഥ അറിയില്ല. നമുക്ക് വേറെ റേറ്റും കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയില്ല. എന്നിട്ട് നമ്മൾ കുറച്ച് 10 പീസൊക്കെ എടുക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പം തന്നെ 1000 രൂപ പൊട്ടി. പിന്നെ ഇവിടേക്ക് വരുന്ന ചിലവും എല്ലാം കൂടി കുറച്ച് പൈസ ഒക്കെ പൊട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളെന്താ വെച്ചാൽ
ഇത് ആദ്യം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ 10 പീസ് ഇട്ടിട്ടുള്ളത്. കാരണം നമ്മളെല്ലാം കൂടി എടുത്ത് വാരി കൊടുത്തിട്ടൊന്നും വലിയ കാര്യമില്ല. കാരണം നമ്മൾ ടാങ്ക് പുതിയതല്ലേ, അതിനെന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ പിന്നെ വെറുതെ എല്ലാവരും കൂടി കൊല്ലാൻ കൊടുക്കേണ്ട വെച്ചിട്ടാണ് നമ്മൾ ആദ്യം 10 പീസ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 10 പീസൊക്കെ എടുത്ത് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ ഇതിലോട്ടാക്കണം. പക്ഷെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തെ രാത്രി ആയിട്ട്, അപ്പോൾ പിന്നെ നമുക്ക് ഇടുന്ന വീഡിയോ ഒന്നും നല്ലപോലെ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മളൊരു 15 മിനിറ്റ് ടാങ്കിൽ വെച്ച് അപ്പോൾ തന്നെ ഒരു കുറച്ച് ആക്റ്റീവ് ഇത്തിരി കൂടുതലാണ്. എന്നിട്ട് പിന്നെ നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ അതിലോട്ട് ഇടിപ്പിച്ചിട്ടോ. അങ്ങനെ നമ്മളെ പോണ്ടിൻ്റെ പരിപാടി തീർന്ന്. ഇനി ഇതിൻ്റെ ഫുൾ നല്ല അപ്ഡേറ്റ് വീഡിയോ നമ്മളെ ചാനലിൽ വരും കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി ഫുള്ളായിട്ട് നമുക്ക് കാണിച്ചിട്ട് നല്ലൊരു വീഡിയോ ഇടാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ എന്ത് ക്ലിയറും ചെയ്തു തരട്ടെ. ഈ ഒരു പോണ്ടിന് ആർക്കെങ്കിലൊക്കെ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് എന്ത് ഡൗട്ട് ചോദിക്കുക. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കേ, ബൈ ബൈ.